ഇനി ബൂട്ട് ക്യാമ്പിലോട്ട് വരൂലേ, ഇന്റർവ്യൂവിൽ വരൂല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ചെയ്യുന്നത് ചന്ദ്രൻ അങ്ങനത്തെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് ഇതില് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഇപ്പൊ എന്നെ ആയാലും നമ്മുടെ ഇവിടെ എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരാളുണ്ട്, ഇക്ക ഉണ്ട് ഗൈസ്. അപ്പോ ഇതിന് കൃത്യമായിട്ട് ഇക്ക മറുപടി പറയുന്നതായിരിക്കും അല്ലേ, അതല്ല എനിക്ക് ശരിയായത്. അപ്പൊ ഗൈസ് നമുക്ക് ഇക്കാനെ വിളിക്കാം. ഇക്ക ഒരിങ്ങനെ കമന്റ് വന്നായിരുന്നു ഹിപ്പ് ബൂട്ട് ക്യാമ്പിലോട്ട് വരില്ല, ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ബൂട്ട് ക്യാമ്പിലോട്ട് വരില്ല ഇന്റർവ്യൂവിൽ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്ക അതിനെ കുറിച്ച് ചിക്കൻ ഒഫീഷ്യലായിട്ട് പറയാം. ഞാൻ പറയുന്നതിനെ കാട്ടി ഹിപ്സ്റ്റർ പറഞ്ഞ ക്ലിപ്പ് കാണാത്തവരുണ്ടാവും, നമുക്ക് അതൊന്ന് പ്ലേ ചെയ്യാം. ഇന്റർവ്യൂ ഇപ്പം പ്രണവ് യൂട്യൂബ് ജീവിതം അവസാനിപ്പിച്ചോ? ഇനി ഇല്ല. ഓക്കെ. അപ്പൊ ഇവിടുത്തെ മറ്റേ ബൂട്ട് ക്യാമ്പ് അല്ലേ, അപ്പൊ അവിടുന്ന് വിട്ടോ? അവിടെ വിട്ടു. ഓക്കെ. അപ്പൊ ഇനി സിനിമയിൽ ഫോക്കസ് ചെയ്യാനാ? ഓക്കെ, നിങ്ങൾ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞല്ലോ. അപ്പൊ ഇതാണ് സംഭവം. സോ ഇനി ആ മേഖലയിലേക്കാണ് ഹിപ്പ് നോക്കുന്നത്. വളരെ സന്തോഷമുള്ള കാര്യം. ഇവിടെ നിന്ന് തുടങ്ങി ഇപ്പം ഇവിടെ വരെ നിൽക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും എല്ലാവരും ഒരു ടൈമിൽ പോകേണ്ടി വരും. അപ്പം വളരെ നല്ലൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഉയർച്ചയുള്ള ഒരു കാര്യത്തിലേക്ക് പോയാൽ ഒത്തിരി സന്തോഷമുണ്ട്. കുറെ കമന്റ്സ് ഉണ്ട് കേട്ടോ, നെഗറ്റീവ് സാധനം കേൾക്കണമെന്ന് മാത്രം വിചാരിച്ചുള്ള കുറെ കമന്റ്സ് ഉണ്ട്. അങ്ങനത്തെ ഉള്ള ഒന്നും വായിക്കാൻ താല്പര്യമില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അതിന്റെ ആവശ്യമില്ല. അവൻ നന്നായി വരട്ടെ. ഇപ്പൊ എല്ലാ കാലം എല്ലാവർക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് സിനിമയിൽ ഒരു ചാൻസ് വന്നു, വീട്ടോക്സിൽ നിന്ന് ഫുഡ് റിവ്യൂ ചെയ്യാൻ ചാൻസ് വന്നു, നിങ്ങൾ ഏത് ചെയ്യും? അപ്പോൾ ചിന്തിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, ട്രൈ ഔട്ട് ചെയ്യുന്നു. അവന് നല്ലൊരു അവസരം കിട്ടി, അതിലേക്ക് പോയി. എത്രയും കാലം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ, പോട്ടെ. അതുപോലെ തന്നെ കള്ളൻ ഇപ്പൊ അടുത്ത ട്രിപ്പും കാര്യങ്ങളുമായിട്ടൊക്കെ ഇറങ്ങി. അപ്പം അതുപോലെ തന്നെ നന്നായി പോട്ടെ, അതിനെ പോസിറ്റീവായിട്ട് കാണുക. എല്ലാവരും എന്നും എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് നമുക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പം എല്ലാവിധ ആശംസകളും ഹിപ്പുവിന് നേരുന്നു. ഇത് ഞങ്ങള് സിനിമയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ചിലർ കമന്റ് ചെയ്തിരുന്നു, എക്സൈറ്റ്മെന്റ് ഇല്ല, സന്തോഷം ഇല്ല, അങ്ങനെയൊക്കെ. ഞങ്ങളിത് 1.5 വർഷം മുമ്പ് എക്സൈറ്റ്മെന്റ് ഒക്കെ നമ്മളിന്ന് പോയതാ. ഇത് അറിഞ്ഞ സമയത്ത് നമുക്കുള്ള, അതായത് അവന് ക്ഷണിച്ച് കൊണ്ടാക്കുന്ന സമയത്ത്, ആ സമയത്ത് നമ്മളത് പറഞ്ഞില്ല, പറയണ്ടെന്ന് ഹിപ്പവും പറഞ്ഞു. സോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഫിനിഷ് ആവട്ടെ, പുതിയൊരു മേഖലയാണ്, ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലല്ല. അപ്പൊ അതെല്ലാം ആയിട്ട് പറയാന്ന് കരുതി. അപ്പം അത്ര എക്സൈറ്റ്മെന്റ് നമുക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ പോകുന്ന കേസായാലും നിങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്, ഇപ്പൊ നമ്മൾ പൂർണ്ണമായിട്ട് പറയുന്നത്. കാരണം അത് ആ പുതിയ മേഖലയിനോ അല്ലെങ്കിൽ വേറെ രീതിയിലോ എഫക്ട് ചെയ്യില്ലെന്ന് കരുതിയിട്ട് തന്നെയാണ് പറയാതിരുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് കുറെ നാളെ ഹിപ്പ് ഇടുന്ന് പോയിട്ടല്ലേ, ഞങ്ങളത് ഫേസ് ചെയ്ത് മറികടന്നു. അതിനുശേഷം ഇപ്പൊ കള്ളൻ പോയി, അതും മറികടന്നു. ഇതിനിടയ്ക്ക് ത്രിലോഗ് പോയി അല്ലേ, ഈ ഗ്യാപ്പിനിടയ്ക്ക്. അപ്പം ഓരോരുത്തരും പോകും. നമ്മളെല്ലാവരും ഇടയ്ക്കൊരു കമന്റ് ഉണ്ടായിരുന്നു, ബൂട്ട് ക്യാമ്പ് എന്തിനാണുള്ളതെന്നുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും ഒത്തുകൂടിയത് എവിടെയെങ്കിലൊക്കെ ലൈഫിൽ, ഈ മേഖലയിലൊക്കെ എവിടെയെങ്കിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. ട്രൈ ചെയ്യും. ഇപ്പം ഒരു മേഖലയിൽ പരിശ്രമിക്കുന്ന എല്ലാവർക്കും പറ്റണമെന്നില്ല, പക്ഷെ ഞങ്ങൾ മാക്സിമം ഇവരിൽ എല്ലാവരും ഇവിടെ നിന്ന് പോയാൽ ഒരാളുണ്ടെങ്കിൽ പോലും എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ഇതിന്റെ ഇവരുടെ ഒപ്പം ഉണ്ടാവും. ഞാനും ട്രൈ ചെയ്യും. അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ, വലിയ സിനിമ, ബിഗ് ബഡ്ജറ്റ് സിനിമ പോലെയൊന്നും അല്ലെങ്കിലും നമ്മുടെ കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെയും ഇവിടെ നിന്ന് പോയവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിനൊരു കാരണം ഇവിടെയാണെന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. കാരണം നമ്മുടെ കൂടെ നിന്ന് ഒരാൾ ഇവിടെ നിന്ന് പോകുമ്പം അയാൾക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, മോശമായിട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിഷമമുള്ള കാര്യം തന്നെയാണ്. സോ ഹിപ്പ് ഹോപ്പിന്റെ ജേണി ആയിട്ട് മുന്നോട്ട് പോകട്ടെ. വരുവാണെങ്കിൽ നിങ്ങൾ അറിയും, വിശേഷങ്ങൾ നമ്മൾ അറിയിക്കാം. വീഡിയോ എടുക്കുന്നതിലൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അത് ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ. നെഗറ്റീവ് കമന്റ് എന്റെ പൊന്നെ ക്രിഞ്ച് സാധനങ്ങളാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം സ്റ്റിൽ ഇപ്പോഴും വക്രി ഹോസ്പിറ്റലാണ്, ഒരു സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. പല സിറ്റുവേഷൻസ്, ഇതാ ഇവന്റെ തലയോട്ടിയൊക്കെ ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും നമ്മളത് വീഡിയോയിലിട്ട് വലുതായിട്ട് പറഞ്ഞിട്ടില്ല. ആ പ്രതിസന്ധി മറികടന്നിട്ടേ നമ്മൾ പറയാറുള്ളൂ. ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആഗ്രഹിക്കുന്നതിനിടയിൽ കുറച്ച് ആൾക്കാരുണ്ട്, അത് എവിടെ ഉണ്ടാവും. നിങ്ങളത് ദയവ് ചെയ്ത് ഒഴിവാക്കണം. ഞങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളും നമ്മളിത് സർവ് ചെയ്ത് കൊണ്ടുപോകാൻ. ഇപ്പം തന്നെ നമ്മുടെ ബൂട്ട് ക്യാമ്പ് റൺ ആവുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗം എന്ന് വെച്ചാൽ കള്ളന്റെ വ്ളോഗായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റാരും വ്ളോഗ് ഇടാതെ നമ്മൾ ആ വ്ളോഗിലേക്ക് സപ്പോർട്ട് ചെയ്തതും അതിലൂടെ പറ്റുന്നിടത്തോളം ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പ്ലസ് അവനൊരു ചെറിയ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അവനത് ഇപ്പം മാറുന്ന സമയത്ത് നമ്മൾ കുറച്ച് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചിന്തിച്ചിരിക്കുന്ന സമയം. കുറേ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ട്, ഇതൊന്നും ഇവിടെ പറയുന്നില്ല. വിഷമങ്ങൾ പറഞ്ഞത് കൊണ്ട് എന്റർടൈൻമെന്റ് ആവുന്നില്ല, നിങ്ങൾക്ക് രസം ഉണ്ടാവില്ല. ഞങ്ങളുടെ വീട്ടിലെ കുറെ ബുദ്ധിമുട്ട്, ഇവിടുത്തെ ബുദ്ധിമുട്ടുകളോ എല്ലാം നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യുക, ചിരിപ്പിക്കുക, ചിന്തിക്കുക, എന്റർടൈൻ ചെയ്യിക്കുക. അത് നമ്മുടെ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ. ഇനി സ്കെയിലപ്പ് ആവാം, താഴേക്ക് പോവാം, അതൊക്കെ നിങ്ങളുടെ പറയുന്ന കണക്ക് തന്നെയാണ്. തീർച്ചയായും കമന്റ് റിയാക്ഷൻ പോലും വേണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള കമന്റ്സാ ഞാൻ തന്നെ കുറേയൊക്കെ ഡിലീറ്റ് ആക്കി. ഇവിടെ നിന്ന് എവിടെ പോയാലും ഇവിടെ നിന്നൊരു ഏതൊരാളും എനിക്കൊരു ആവശ്യമുണ്ട് ഞാൻ വിളിച്ചവിടെ എത്തും. അതിനുള്ള ബന്ധം ഞാൻ അവരിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊരു ആവശ്യം ഇവിടെ വരണോടാന്ന് പറഞ്ഞാൽ ആരായാലും വരും, എത്ര തിരക്കിലാണെങ്കിലും വരും. അത് അവർക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാനും പോകും. അങ്ങനെയുള്ള നിങ്ങളിത് പറഞ്ഞ് ശരിക്കും ഭയങ്കര വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കമന്റ് ബോക്സിൽ അടിയാ. നമ്മൾ പോലും പാലിക്കുന്ന മര്യാദകൾ ചിലരിൽ ഉണ്ടാവുന്നില്ല, എല്ലാവരും അല്ല കേട്ടോ. ബാക്കി എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ ഇതാവുന്നുണ്ട്. എന്തായാലും
ഇത്ര തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. കൂടുതൽ പറഞ്ഞ അതിന് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് അത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. കേട്ടോളി, പോയവരെ മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് കമന്റ്സ് ഇടുന്നവരോട് അവർ പോയില്ലേ, അവർ തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണില്ലേ, ഇവർ എന്താ ഇവർ ഇത്ര ഹാർഡ് വർക്ക് കൂടെ ആണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലുള്ളവരെ എൻകറേജ് ചെയ്തോ സപ്പോർട്ട് ചെയ്തോ കമന്റ്സ് ഇട്ടാൽ പോരെ, അത് ഇവർക്കും ഒരു ഹാപ്പിനെസ്സും കൂടുതൽ ചെയ്യാനുള്ള സ്ട്രെങ്ത്തും കിട്ടില്ലേ. ഇത് എന്റെ ഒരു സജഷൻ ആണ്, വേണ്ടവർ എടുക്കുക, അല്ലാത്തവർ ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട്. കുറെ പേർക്ക് ഇക്ക പറഞ്ഞ കുറെ പേര് മനസ്സിലാക്കുന്നുണ്ട്, കുറച്ചൊരു അവിടെ ഇവിടെയൊക്കെ അറിഞ്ഞിട്ട് കുറെ സംസാരങ്ങളുണ്ട്. സോ കുറെ പേര് വന്നിട്ട് ഹിപ്സ് ഒരു ഗെയിമർ അല്ലായിരുന്നു ഇങ്ങനെ കുറെ ചോദിക്കുന്നുണ്ട്. സോ അവൻ ഇപ്പൊ ഗെയിമിംഗ് അല്ല ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഗെയിമർ അല്ല എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഗെയിമർ ആയിരുന്നു, ഗെയിമിംഗ് കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു, അതിനെ ബേസ് ചെയ്ത് സാലറിയും സ്ട്രീമിംഗ് കോൺട്രാക്ട് ഒക്കെ വാങ്ങിയ ആളായിരുന്നു. FKCയുടെ മീറ്റപ്പ് എനിക്ക് തോന്നുന്നു 3.0 പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ സ്വിച്ച് ഇട്ടണക്ക് ചാടുവാണ്, ഒമേഗിൾ കണ്ടന്റ്സിൽ പോയി. ഇനി അടുത്ത എനിക്ക് അറിയില്ല, ഞാൻ എൻ്റെ ടാലന്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുമോ അവിടെ ഞാൻ ഫിക്സ് ചെയ്ത് പോകും. ചിലപ്പോൾ സിനിമ ആയിരിക്കില്ല, അടുത്ത ഏരിയ ആയിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കുക, ഈ മീഡിയ ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, എന്തിൻ്റെ ഒരു ഇതിൽ ഇപ്പോഴത്തെ നിലവിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ബിഗ് സ്ക്രീനിൽ ഒരു ഏരിയയിലാണ് അവൻ എത്തിപ്പെട്ടത്. അത് വളരെ നന്നായിട്ട് കാണുക. സോ അതിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ആരായാലും ഇപ്പം നിങ്ങൾ കാണാൻ, നിങ്ങൾ മിസ് ചെയ്യുന്നു പറയുന്നു, ഞങ്ങൾ മിസ് ചെയ്യുന്നു പറഞ്ഞു, അതിൽ കാര്യമില്ല. അവൻ അത്രയും വലിയൊരു കാര്യം കളഞ്ഞിട്ട് ഇവിടെ വന്ന് ബ്ലോഗിൽ ഇരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കേസ്, എനിക്കോ നിങ്ങൾക്കോ മിസ്സായതുകൊണ്ട് ഒരു കാര്യമില്ല, അവനും കൂടെ മിസ്സാവും, അപ്പോഴും വരും തീർച്ചയായും. അവർക്കൂടെ മിസ്സാകുമ്പോഴേ അത് വർക്കൗട്ട് ആവുന്നുള്ളൂ. നമ്മൾ ആരെ മിസ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ നമ്മൾ മാക്സിമം ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കും. ആ രണ്ട് തല്ല് കൊടുത്തിട്ടായാലും ശരി, ഞാൻ പറയാനുള്ള പറയും. അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയും. ഇനി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ പറയും. ഇവിടെ നടക്കുന്ന കാര്യം അത് എന്നെ ബേസ് ചെയ്തിട്ടില്ല. ഇന്ന് ഞാനും സിനിമ കണ്ടുവിടാം, മൂവി കൊള്ളാം, താങ്ക്സ് ഇക്ക. ഫസ്റ്റ് നമ്മളെ കൊണ്ട് പറ്റുന്ന, ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ കിട്ടിയ ടിക്കറ്റിൽ ഫസ്റ്റ് ഷോയ്ക്ക് പോയി. കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സന്തോഷമില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ശരിക്കും പേടിച്ചാണ് ഞങ്ങൾ റിവ്യൂ പറയാത്തതെന്നറിയോ. ഞങ്ങളുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരാൾ, അവൻ അടിപൊളി നമ്മൾ പറഞ്ഞ് ഇതാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ മൂവി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഏത് ലെവലിൽ എത്തും എന്നുള്ളത്. മനസ്സിലാവുണ്ടോ? അപ്പൊ അത് എത്തിയിട്ടുണ്ട്. അത് പ്രൂവ് ആയ കേസാണ്. അത് ഞങ്ങൾ പറയുന്നതിലൂടെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സിനിമയെ അത്രയും സ്കെയിലപ്പ് ചെയ്താണ് അവർ ചെയ്തത്. ഞങ്ങൾ പ്രൊമോട്ട് ചെയ്താലേ സിനിമ ഓടോ, അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇല്ല. ഞങ്ങൾ റീൽ ഇട്ടു, തിങ്ക് മൂവീസ് അത് അക്സെപ്റ്റ് ചെയ്തു. പറ്റുന്നിടത്തോളം നമ്മൾ റീലും കാര്യങ്ങളെല്ലാം ഇട്ടു. പിന്നെ വേറെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചു. സാഹചര്യങ്ങൾ ശരിയല്ലായിരിക്കാം, അല്ലെങ്കിൽ സിറ്റുവേഷൻ അതല്ലായിരിക്കും, നടന്നിട്ടില്ല. സോ കൂൾ. നമ്മൾ എന്ത് വന്നാലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് 1-2 പേർക്ക് എവിടെയെങ്കിലും എത്താനോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇതാവാനോ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതിൽ അവസാനം വരെ എൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ പോലും ഞാൻ പറ്റുന്നിടത്തോളം ഇത് കൊണ്ടുപോകും. പുറത്ത് പണിയെടുത്തിട്ടായാലും. സ്റ്റിൽ ഇപ്പം ആമിയുടെ ബർത്ത്ഡേ കണ്ടന്റ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ തിരുപ്പൂരിൽ നിന്ന് 11 മണിക്ക് തിരിച്ചു. 3 മണിയായപ്പോൾ ഇവിടെ എത്തി. 9:30 ആയപ്പോൾ വക്രി വിളിക്കുക. അത്ര സമയം ഉറങ്ങാൻ കിട്ടുന്നത്. 9:30 ആയപ്പോൾ വക്രി വിളിച്ചിട്ട് പറയാണ് ഇക്ക വയറുവേദന ഹോസ്പിറ്റലിൽ പോകണം. അവിടെ നേരെ ചെന്ന് അവന് സർജറി ആയി. ഇന്നലത്തെ ദിവസം എത്ര വൈകിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആമിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു വീഡിയോയുടെ പുറകിൽ ആ കമന്റ് പറയുന്ന എനിക്ക് ഒരുപാട് എഫേർട്ട് ഉണ്ട്. സോ ഇപ്പോഴും ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്നവരെ അതിൽ സ്ക്രീനിൽ നോക്കി കണ്ണെടുക്കാതെ ഹെഡ്ഫോണും വെച്ച് ജാബറോടെ ഇരിപ്പുണ്ട്. അപ്പോൾ കുറേ പേരുടെ കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. വളരെ കുറച്ച് പേര് വന്ന് നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള കമന്റ്സ് ദയവ് ചെയ്ത് നിങ്ങളത് ഒഴിവാക്കുക. നിങ്ങൾക്ക് എങ്ങനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്സലിന്റെ പേജ് ഉണ്ട്, കോൺടാക്ട്സ് ഉണ്ട്, തീർച്ചയായും മെസ്സേജ് അയക്കുക, സംസാരിക്കുക, കാര്യങ്ങൾ ഇതാക്കുക. അതാണ് വേണ്ടത്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഇപ്പം കുറെ കമന്റ്സ് വരും, കള്ളന്റെ ബർത്ത്ഡേ ഇതെങ്ങനെ. ഞാൻ അവനോട് ചോദിച്ചു, ബർത്ത്ഡേ ഈ വർഷം സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേക്ക. അപ്പം അവനും അറിയാലോ വണ്ടി ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡൗൺ ആണ്. അവന് സ്റ്റാർട്ട് ചെയ്യട്ടെ, കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ, പോസിറ്റീവായിട്ട് കാണുക. ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, മടിയന്മാരെ വെച്ചാണ് ഈ മല കയറാൻ പോകുന്നത്. അപ്പൊ അതിൻ്റെതായ പ്രഷർ ഉണ്ട്. കൂടുതലുള്ള 2-3 ആൾക്കാർ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്റർടൈൻമെന്റിനോ അല്ലെങ്കിൽ വീഡിയോ ഇപ്പൊ ഞങ്ങൾ എപ്പോഴും ഇരുന്ന് അവരെ മിസ് ചെയ്യുന്നു പറഞ്ഞ് സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സോ അത് നമ്മൾ കടന്നു പോകണം. ഇവിടെ നിൽക്കുന്ന ഞാൻ പറയാം, ഇവരെല്ലാരും നീ ഒന്നും ഇവിടെ ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നുണ്ടാവും. ഇക്കാന്റെ പ്ലാൻസ് തീരുന്ന വരെ ഉണ്ടാവണമെന്നാണ് എന്റെ നീ എന്നിവിടെ ഉണ്ടാവും. ഇക്കാന്റെ പ്ലാൻസ് എല്ലാവർക്കും കൂടെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹം. ചിലപ്പോൾ അവർ ചിന്തിക്കാത്ത ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും കിട്ടുന്നത്. നല്ലത് കിട്ടുമ്പോൾ ഞാൻ തന്നെ പുഷ് ചെയ്തിടും. ശരിക്കും പറഞ്ഞാലേ ഹിപ്പൂനി മൂവിയുടെ ഇത് കിട്ടുന്ന സമയത്ത് ഇവനിങ്ങനെ ഓഡീഷന് പോയി അത് സംസാരിച്ചിട്ട് വന്നിട്ട് അവനും ഭയങ്കര ഇതില്ല. ബട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ സൈഡോ കാര്യങ്ങളോ ഇങ്ങനെ സൈഡ് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ലാത്ത ഇതാണെങ്കിൽ പോകണ്ട, സ്ട്രീമിംഗ് കോൺട്രാക്ട് ഒക്കെ ഉള്ളതല്ലേ, അത് സ്കിപ്പ് ചെയ്യുന്നുള്ള രീതിയിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞു. പക്ഷെ അവനെങ്ങാനും ഫസ്റ്റ് അത് ഓക്കെ പറഞ്ഞ് പോകാണ്ടിരുന്നെങ്കിൽ ചെമ്പത്തവൻ്റെ അടുത്ത് മിണ്ടാത്ത അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ജിത്തു ചേട്ടൻ എൻ്റെ നമ്പർ കൊടുക്കുന്നു, ഞാൻ വിളിച്ച്
സംസാരിക്കുന്നു. അതിനുശേഷം ജിത്തുചേട്ടൻ ഇത്ര ദിവസം ഷെഡ്യൂൾ ഉണ്ട്, ഡയറക്ടർ ഡയറക്ടർ ജിത്തും അത് വിളിച്ച് സംസാരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ നീ പോടാ എന്ന് പറഞ്ഞിട്ടും അപ്പോഴും ഹിപ്പ് ഇവിടെ നിന്ന് വണ്ടി കയറുമ്പോഴായാലും ഒരു 2-3 ട്രിപ്പോടെ വരുമ്പോഴും അവന്റെ ഉള്ളിൽ ഈ ചെയ്തെടുത്തിരിക്കുന്നത് എന്താന്നുള്ളൊരു ഫീലില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എവിടെയും പറയായിരുന്നത്. സോ പിന്നെ പോസ്റ്റർ റിലീസായി നിങ്ങളെല്ലാവരും അറിഞ്ഞു തുടങ്ങി സംഭവം ഉണ്ടെന്നുള്ളത്. അതാണ്, അല്ലാതെ ഞങ്ങൾ മറച്ചു വെച്ചതോ ആ പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. സോ മൂവി റിലീസായി നമ്മൾ ചെയ്തു. സോ ഞാൻ ജിത്തുചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ നമുക്ക് ടീമുമായിട്ടൊരു ഇത് സെറ്റ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് ടൈറ്റ് ഷെഡ്യൂൾ ആയി പോയി. അപ്പൊ ഞാൻ വിളിക്കുന്ന സമയത്ത് സെൻസറിന്റെ എന്തോ നടക്കുമായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു നോക്കട്ടെ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ്. അപ്പോഴത്തേക്ക് സിനിമ കയറി കൊളത്തി പിന്നെ കയറി പിന്നെ അതിന്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ അവരെ ഒരു പരിധി കൂടുതൽ സെറ്റിൽ പോകാനോ അല്ലെങ്കിൽ ഇതിന്റെ കാര്യത്തിലൊന്നും നമ്മൾ ഹിപ്പിനോടും പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ പോയപ്പോൾ പോലും റൂമിൽ പോലും ഹിപ്പിനെ പോയിട്ടില്ല. ഒരു നമ്മൾ 3-4 പ്രാവശ്യം അവിടെ പോയി. ഇപ്പോൾ 1 million അടിക്കുമ്പോഴേക്കും അവിടെ നമ്മൾ പോയപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്ലിപ്സ് ഒക്കെ. നമ്മളത് നമ്മുടെ തരത്തിൽ നിന്ന് നമുക്ക് അറിയില്ലല്ലോ ആ മേഖലയിൽ നമ്മൾ പറയുന്നതോ ചെയ്യുന്നതോ ഒരു തരത്തിൽ അവന് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. നമ്മൾ അതിൽ നിന്ന് മാറി നിന്നിട്ടേ ഉള്ളൂ. റിയാലിറ്റി അതാണ്. പിന്നെ ഒരു കാര്യം, കുറച്ച് പേര് വന്നിട്ട് കമന്റ് ചെയ്ത് ഇവിടെ നിന്ന് പോയ ഒരാൾ, ഞാൻ പേര് പറഞ്ഞിട്ട് ഇനി അവനൊരു ഇത് ഹേറ്റായിട്ട് പറയുന്നല്ല കേട്ടോ, ഭയങ്കര സന്തോഷമായിരുന്നു അത് ഇറങ്ങിയ സമയത്ത് അയാളുടെ വീഡിയോ ആണ്. ഭയങ്കര ഹിപ്പു ഓസ്കാർ വാങ്ങിയിട്ട് വന്നാലും ഈ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് വന്നാലും എനിക്ക് പഴയ പോലെയാണ്. പ്രശസ്തിയോ ജോലിയോ അല്ലെങ്കിൽ സമ്പാദ്യമോ കൂടുമ്പം എനിക്ക് സ്നേഹം കൂടുന്നില്ല, ആരോടും കൂടുന്നില്ല. അപ്പൊ എപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ആയിരിക്കും. അതിനപ്പുറത്തേക്ക് കാണുന്ന കൂടുതൽ സ്നേഹത്തിലേക്ക് വരുമെന്നല്ലാതെ ഈ ആളിന്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് സ്നേഹിക്കാനോ അതനുസരിച്ച് ഇത് കൊടുക്കാനോ എന്നെ കൊണ്ട് കഴിയില്ല. കുറെ പേര് ഈ സമയത്ത് കുറച്ച് സ്നേഹം കൂടിയിട്ടുണ്ട്. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അത് ഭയങ്കര എക്സൈറ്റ്മെന്റും പെട്ടെന്ന് കുറെ ഇഷ്ടമൊക്കെ കൂടിയിട്ടുണ്ടാവാം. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എന്നല്ല, ഇവിടെ ആരായാലും എത്ര ലെവലായാലും ഇപ്പൊ ഇയാൾ കളക്ടറൊക്കെ ആവുന്ന പറയുന്നത്, IAS ഒക്കെ ആവുന്ന പറഞ്ഞൊക്കെ ഇവിടെ ആയാലും ഞാൻ വിളിക്കുന്നത് മണ്ടൻ ടോക്കിന്നായിരിക്കും. കുഴപ്പമില്ലല്ലോടാ, അടിക്കോ ഇക്കാലം ജയിലിടണം. ഞാനെങ്ങനെ വിളിക്കുന്നത്, എടാ പൊട്ട ഇങ്ങനെ വസ്തുവിനെ വിളിക്കും. കൊമ്പനെ ഇവനെ വാസ്കു തിരിച്ചു നോക്കില്ലേ വരുന്നു. പിന്നെയാണ് പോലീസുകാരെ നമ്മളെ വിഷയത്തിന് തന്നെ മാറി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്കുള്ളേക്കാട്ടി മിസ്സിങ്ങും വിഷമവും നമുക്കിവിടെ ഉണ്ടാവില്ലെന്ന്? ഞങ്ങൾ എത്രത്തോളം ഏത് സിറ്റുവേഷനിലൊക്കെ ആലോചിക്കുന്നുണ്ടെന്ന് അത് പറഞ്ഞ് അത് കാണുമ്പോൾ അവർക്കൊരിത് അതിന്റെ രീതിയിൽ അവർക്ക് നെഗറ്റീവ് കമന്റ്സ് വരാത്ത രീതിയിലൊക്കെ നമ്മൾ മിണ്ടാതിരിക്കുന്നത്. ഇവിടെ നിന്ന് ആദ്യം നമ്മൾ പ്രതീക്ഷിക്കാതെ പോയ ഒരാളുണ്ട്, അവന്റെ കമന്റ് ബോക്സ് സത്യം പറഞ്ഞാൽ ഞാൻ 2-3 പ്രാവശ്യം അത് വീഡിയോയിൽ പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. വീണ്ടും ആ ടോപ്പിക്ക് നമ്മളിലേക്ക് കൊണ്ടുവരണ്ടെന്ന് എഴുതിയാൽ പറയാതിരുന്നത്. അവന്റെ കമന്റ് ബോക്സ് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് തന്നെ കണ്ടിട്ട് വിഷമമായി. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയും അങ്ങനത്തെ കാര്യം. പിന്നെ നമുക്കിടയിലുള്ള പ്രശ്നം നമുക്കിടയിൽ തന്നെ സംസാരിച്ച് എന്തുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ പോലും അങ്ങനെ തീർക്കാൻ തന്നെയാണ് എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. പിന്നെ ജാബി ഉറങ്ങാറായി, അതുകൊണ്ട് ഞാൻ എന്റെ കുറച്ച് ഓവറായി തോന്നല്ലേ. ഇനി മേലെ കമന്ററി ആശം വിളിക്കരുത്. 1 മണിക്കൂറായി നിങ്ങൾ മിണ്ടായിരിക്കും. സോ ഇതാണ് കാര്യം. സോ ആ മേഖലയിലേക്ക് പോയാണ്. അതിൽ കൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്, വിഷമമുണ്ട്. കാരണം നമ്മുടെ കൂടെ ഉള്ള ഒരാളാണ്. ഇപ്പൊ ഈ കള്ളം പോകുമ്പോഴായാലും ഞാൻ എടാ മോനെ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ്.